കേരളത്തിന്റെ തെക്കേ അതിർത്തിയായ തിരുവനന്തപുരത്തു നിന്നും ഏകദേശം 50 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള മാർത്താണ്ഡത്തിനടുത്ത് ചിതറാൽ എന്ന ശാന്തമായ ഗ്രാമത്തിലെത്താം. ഈ ഗ്രാമത്തിലെ തിരുച്ചാണാട്ടുമല എന്ന കുന്നിൻ മുകളിലാണ് ചരിത്രവും ഐതിഹ്യവും പ്രകൃതിഭംഗിയും ഒരുപോലെ സമ്മേളിക്കുന്ന ചിതറാൽ ജൈന ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സഹസ്രാബ്ദങ്ങൾക്ക് പുറമുള്ള ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിലേക്ക് വാതിൽ തുറക്കുന്ന ഒന്നാണ് ഈ യാത്ര. AD 9-ാം നൂറ്റാണ്ടിൽ ആയ രാജവംശത്തിന്റെ ഭരണകാലത്താണ് ചിതറാലിലെ ജൈന സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. അക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ ജൈനമതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിദ്യാപീഠം അഥവാ സർവകലാശാലയായിരുന്നു ഈ കേന്ദ്രം. ജൈന സന്യാസിമാർ താമസിച്ചിരുന്നതും വിദ്യ അഭ്യസിച്ചിരുന്നതുമായ ഈ മലഞ്ചെരിവുകൾ അക്കാലത്ത് ജൈനമതത്തിലെ ദിഗംബര വിഭാഗത്തിന്റെ കേന്ദ്രമായിരുന്നു. 10-ാം നൂറ്റാണ്ടിനു ശേഷം ജൈനമതത്തിന് മങ്ങലേറ്റപ്പോൾ ഈ സ്ഥലം പതുക്കെ ഹൈന്ദവ വിശ്വാസങ്ങളിലേക്ക് മാറുകയും ചിതറാൽ ഭഗവതി ക്ഷേത്രമായി അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. മലയടിവാരത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം കുന്നിൻ മുകളിലേക്ക് നടന്നു വേണം ഗുഹാക്ഷേത്രത്തിലെത്താൻ. തമിഴ്നാട് ടൂറിസം വകുപ്പ് വളരെ മനോഹരമായി പടികൾ കെട്ടി പാത നിർമ്മിച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ പാതയുടെ ഇരുവശങ്ങളിലും തണൽ വിരിച്ചു നിൽക്കുന്ന പച്ചപ്പും ദൂരെ പശ്ചിമഘട്ട മലനിരകളുടെ നീലനിറവും നമ്മെ അനുഗമിക്കും. യാത്രാമധ്യേയുള്ള ചെറിയ വ്യൂ പോയിന്റുകളിൽ നിന്ന് നോക്കിയാൽ കന്യാകുമാരി ജില്ലയിലെ വലിയ തെങ്ങിൻ തോപ്പുകളും അപ്പർ കോതയാർ അണക്കെട്ടിന്റെ ഭാഗങ്ങളും കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം കുന്നിൻ മുകളിലെ കൂറ്റൻ പാറക്കെട്ടുകളിൽ കൊത്തിവെച്ചിട്ടുള്ള ശില്പങ്ങളാണ്. മഹാവീരൻ, പാർശ്വനാഥൻ തുടങ്ങിയ ജൈന തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങൾ അവിശ്വസനീയമായ കൃത്യതയോടെ പാറകളിൽ കൊത്തിയെടുത്തിരിക്കുന്നു. കല്ലിൽ കൊത്തിയ ഈ വിസ്മയങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും കേടുപാടുകൾ കൂടാതെ നിൽക്കുന്നു എന്നത് അന്നത്തെ ശില്പികളുടെ സാങ്കേതിക മികവിനെ കാണിക്കുന്നു. പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഇതിൽ ഒരു ഭാഗത്ത് പിൽക്കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ഭഗവതിയുടെ വിഗ്രഹമുണ്ട്. ജൈനമതത്തിലെ പത്മാവതി ദേവിയെയാണ് ഭഗവതിയായി ആരാധിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഭിത്തികളിൽ വട്ടെഴുത്ത് ലിപിയിലുള്ള ധാരാളം ശിലാലിഖിതങ്ങൾ കാണാം. അക്കാലത്തെ രാജാക്കന്മാരും ഭക്തരും ഈ കേന്ദ്രത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും മറ്റുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ക്ഷേത്രത്തിന് സമീപം പാറക്കെട്ടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വറ്റാത്ത കുളം സഞ്ചാരികളെ എന്നും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. എത്ര കടുത്ത വേനലിലും ഈ കുളത്തിൽ വെള്ളം കാണും. സന്യാസിമാരുടെ ആവശ്യങ്ങൾക്കായി പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു ജലസംഭരണിയായി ഇതിനെ കണക്കാക്കാം. ക്ഷേത്രത്തിന് അല്പം മുകളിലായി കാണുന്ന ബെൽ റോക്ക് എന്ന കല്ല് മറ്റൊരു പ്രത്യേകതയാണ്. ചെറിയ കല്ലുകൊണ്ട് അതിൽ തട്ടിയാൽ ലോഹത്തിൽ തട്ടുന്നതുപോലെയുള്ള ശബ്ദം കേൾക്കാം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാറക്കെട്ടുകളിൽ ഇരുന്നാൽ താഴെ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളുടെ ഭംഗി പൂർണ്ണമായി ആസ്വദിക്കാം. ശാന്തമായ കാറ്റും പ്രകൃതിയുടെ നിശബ്ദതയും മനസ്സിന് നൽകുന്ന ഉന്മേഷം പറഞ്ഞറിയിക്കാനാവില്ല. ഡ്രോൺ ഫോട്ടോഗ്രഫി ഇഷ്ടപ്പെടുന്നവർക്കും ക്രിയേറ്റീവായ വ്ലോഗുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ചിതറാൽ ഒരു സ്വർഗമാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സന്ദർശന സമയം. വെയിൽ കടുക്കുന്നതിന് മുൻപ് രാവിലെ എത്തുന്നത് കൂടുതൽ നല്ലതാണ്. കുന്നിൻ മുകളിൽ കടകളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല. അതിനാൽ കയ്യിൽ കുടിവെള്ളവും ലഘുഭക്ഷണവും കരുതുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഈ പുരാതന സ്മാരകത്തിന്റെ പരിശുദ്ധി നിലനിർത്താൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയ സ്ഥലവുമായി പിന്നെ ഒരു ദിവസം കാണാം.